ഈ ഒരു വേനൽക്കാലത്തും മുടി നല്ല രീതിയിൽ വളരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ട് അതേപോലെ മുടി ഭയങ്കര ഡ്രൈയും റഫൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ്സും റഫ്നെസ്സൊക്കെ മാറി മുടി നല്ല സിൽക്കി ഷൈനി സ്മൂത്ത് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ പ്രൊഡക്ട്സ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. കാരണം ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഹെയർ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഹെയർ ഓയിലിംഗ് ആണ്. മസ്റ്റായിട്ട് വീക്ക്ലി വൺസ് എങ്കിലും ഹെയർ ഓയിലിംഗ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മമ്മ എർത്തിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ഇതിൽ വിത്ത് റോസ്മേരി ആൻഡ് മെത്തി ദാന കണ്ടൻ്റ് ആണ് വരുന്നത്. ഇത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും കേട്ടോ. റോസ്മേരി കണ്ടൻറ്റ് വരുന്ന എല്ലാ സാധനവും ഹെയർ നല്ല രീതിയിൽ വളരാനായിട്ട്, അതായത് മുടി വളരുന്നില്ല എന്ന പ്രശ്നമുള്ളവർക്ക്, മുടി കിളിർക്കുന്നില്ല അല്ലെ കൊഴിഞ്ഞു പോയ സ്ഥലത്ത് ഒരു മുടി പോലും കിളിർക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ, അവർക്കൊക്കെ റോസ്മേരി കണ്ടൻറ്റ് സൂപ്പറാണ്. നല്ല രീതിയിൽ റോസ്മേരിയുടെ ഹെയർ ഗ്രോത്ത് ഓയിലോ അല്ലെങ്കിൽ റോസ്മേരി കണ്ടൻറ്റ് വരുന്ന എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നല്ല രീതിയിൽ ഹെയറിൽ മസാജ് ചെയ്യുക, ഒരു അരമണിക്കൂർ വെക്കുക, ദെൻ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് എനിക്ക് ഓയിൽ യൂസ് ചെയ്യാൻ തോന്നാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അലോവേറ ജെല്ല്, ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാവിൻ്റെ അലോവേറ ജെല്ലാണ്, വാവ് സ്കിൻ സയൻസിൻ്റെ കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാനുള്ള കാര്യം ഇതിൽ 99% പ്യുവർ അലോവേറ ജെല്ലാണ്. ഇത് നമുക്ക് സ്കിന്നിനും ഹെയറിനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച ഓയിലോ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്തിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൽ പൊട്ടിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്താൽ. അതും നല്ല ഐറ്റമാണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാനും മുടി നല്ല സിൽക്കി ഷൈനി ആയിട്ടൊക്കെ ഇരിക്കാണ്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സെക്കൻഡ് എൻ്റെ ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അലോവേറ ജെല്ല്. നമ്മളെ ഹെയർ മസാജിങ്, അതായത് ഹെയർ ഓയിലിംഗ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് ഷാംപൂ കണ്ടീഷണർ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കറൻലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷാംപൂ കണ്ടീഷണർ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻലി യൂസ് ചെയ്യണത് മമ്മ എർത്തിൻ്റെ ഒണിയൻ ഷാംപൂവും അതേപോലെ ഒണിയൻ കണ്ടീഷണറും ആണ് കേട്ടോ. ഇത് രണ്ടും അടിപൊളി സംഭവമാണ്. നല്ല സ്മെല്ലൊക്കെയാണ്. ഒണിയൻ്റെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, നല്ല സ്മെല്ലാണ്. ഫസ്റ്റ് ഓണിയൻ ഷാമ്പൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഒണിയനും പ്ലാന്റ് കെരാറ്റിനുമാണ് വരുന്നത്. മെയിനായിട്ട് ഈ ഒരു ഷാംപൂ കണ്ടീഷണർ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. പിന്നെ ഞാൻ പറയേണ്ടതെന്ന് അറിയാമല്ലോ, ഉള്ളിയൊക്കെ ആണെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു കണ്ടൻ്റാണ്. അതേപോലെ തന്നെയാണ് പ്ലാന്റ് കെരാറ്റിനും. പിന്നെ ഷാമ്പൂ നമ്മൾ സാധാരണ പോലെ എന്തൊരു DIYയോ അല്ലെങ്കിൽ ഹെയർ ഓയിലിങ്ങോ എന്ത് സംഭവം ചെയ്താലും ഹെയർ വാഷ് ചെയ്യണം. പ്രത്യേകിച്ച് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല ഒതുങ്ങി നല്ല സ്മൂത്തും ഷൈനി ആയിട്ടൊക്കെ കിടക്കും, നല്ല കണ്ടീഷൻ ചെയ്ത് കിടക്കും കേട്ടോ. അപ്പോൾ കണ്ടീഷണർ ഞാനിവിടെ യൂസ് ചെയ്യണത് ഒണിയൻ്റെ തന്നെയാണ്, മമ്മ എർത്തിൻ്റെത്. ഇതും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്ന കണ്ടീഷണറാണ് കേട്ടോ. ഇതിൽ വിത്ത് ഒണിയനും കോക്കനട്ടും ആണ് അടങ്ങിയേക്കുന്നത്. കോക്കനട്ട് മിൽക്കൊക്കെ നമുക്ക് അറിയാമല്ലോ, മുടി നല്ല സ്മൂത്ത് ആക്കി തരും. അപ്പോൾ അങ്ങനെ ഈ രണ്ട് സംഭവമാണ് എൻ്റെ ഷാംപൂ കണ്ടീഷണറായിട്ട് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് ഹെയറിന് മുടി ഇപ്പോൾ നമ്മൾ ഷാംപൂ കണ്ടീഷണർ ചെയ്തു, ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തു എങ്കിൽ പോലും മുടി ചില സമയത്ത് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈയും ഫ്രിസി ആയിട്ട് കിടക്കും. അപ്പോൾ മുടി ഭയങ്കര വരണ്ട് കിടക്കുകയാണ്, ഫ്രിസി ആയിട്ട് കിടക്കുകയാണ്. ചൂടുള്ള സമയത്തൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത്, അല്ലാത്ത സമയത്താണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഹെയറിൽ ഹെയർ ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്ലമ്മിൻ്റെ ഹെയർ ക്രീമാണ് യൂസ് ചെയ്യണത്. ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ അവോക്കാഡോയുടെ ഹെയർ ക്രീമാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ കോക്കനട്ട് ആൻഡ് പെപ്റ്റൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഹെയർ മാസ്ക് ആണ്. ഇത് നല്ല ഷൈൻ കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും, എൻ്റെ മുടി കണ്ടില്ലേ നല്ലൊരു ഷൈനിങ് ഇല്ലേ, അങ്ങനെ നല്ലൊരു ഷൈൻ കൊടുക്കാൻ സഹായിക്കുന്ന ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത് നല്ല ഷൈൻ കൊടുക്കും. അതേപോലെ നമ്മുടെ മുടിക്ക് ബ്രേക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യും. നല്ല രീതിയിൽ ഹെയർ നൗറ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ പ്ലമ്മിൻ്റെ ഹെയർ മാസ്കിൽ ഷിയ ബട്ടറും സ്കൊലൈനും ആയിട്ട് കണ്ടൻറ്റ് വരുന്നത്. അടുത്ത് ഞാൻ യൂസ് ചെയ്യണ സിറം, ഹെയർ സിറം യൂസ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് ഈ ഒരു സിറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രീക്ക് പ്രൊഫഷണൽ. ഇത് ഭയങ്കര അഫോർഡബിളാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല സാധനം കേട്ടോ. അഫോർഡബിളും ആണ്, നമുക്ക് ഓൺലൈൻ ഓഫ്ലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതല്ലാണ്ട് ഞാൻ വേറൊരു ഹെയർ സിറം കൂടി യൂസ് ചെയ്യുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ളത്. ഈ ബയോലേഗ് എന്നുള്ള ഒരു സിറാണ്. ഇത് നല്ല രീതിയിൽ ഡീപ്പ് സ്മൂത്തനിങ് സിറാണ്. നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്യും നമ്മുടെ ഹെയർ. അതേപോലെ ഫ്രിസിനെസ്സൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും കേട്ടോ. ഈ രണ്ട് സിറംസാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് മുടി നല്ല സ്മൂത്തും ഷൈനും നല്ല സിനിമ നടിമാരുടെ പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ആമസോണിൽ ഇപ്പോൾ ഗ്രേറ്റ് സമ്മർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2 മെയ്. അപ്പോൾ പ്രൈം മെമ്പേഴ്സിന് ഗെറ്റ് ഏർലി ആക്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗെറ്റ് മിനിമം 15 to 80% ഓഫ് ഓൺ
1500+ ടോപ്പ് ബ്രാൻഡ്സ് ആൻഡ് ഡീൽസ് ഓൺ 3 lakhs+ സ്റ്റൈൽസ് കേട്ടോ. അപ്പോൾ എന്തായാലും മറക്കണ്ട, May 7th വരെയാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.